പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനനായ ഈ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ മുഖ്യാതിഥി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹം ഈ സമ്മേളനത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ്. MSMന്റെ പേരിൽ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് മലപ്പുറം ബസ് ജില്ലാ സമിതി കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിൽ ക്യാമ്പസുകളിലേക്ക് MSMന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഒരു തുടക്കമായി കൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള ജില്ലാ വിദ്യാർത്ഥി സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനനായ TP അബ്ദുൽ മദനി, കേരള നൗത്തുൽ മുജാഹിദീൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് MSM മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ച്, MSMന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, MSMന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഈ സദസ്സിന് മുമ്പാകെ ബോധ്യപ്പെടുത്തി. ഭൗതിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇത്തരം വിഷയങ്ങളുമായി കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് MSMനില്ല. ഇന്നത്തെ കലാലയങ്ങൾ അറിവിന്റെ നിറകുടമായി കൊണ്ട് നാളത്തെ സമൂഹത്തെ സൃഷ്ടിക്കേണ്ടുന്ന, നാളത്തെ ഉത്തമ സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വമുള്ള ഈ സമൂഹം, ഈ വിദ്യാർത്ഥി സമൂഹം ഇന്നിന്റെ കാലഘട്ടത്തിൽ ഫാഷൻ ഭ്രമത്തിലും ലഹരിയിലും അതേപോലെ തന്നെ പ്രണയത്തിലും അശ്ലീല ആഭാസങ്ങളിലുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് വല്ലാത്ത മോശമായൊരവസ്ഥയിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിൽ എവിടെയാണ് പുതിയ പുതിയ സാഹചര്യത്തിൽ പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചില സംഘടനകൾ, ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്കും ഫാസിസത്തിലേക്കുമൊക്കെ വർഗീയതയിലേക്കുമൊക്കെ ക്ഷണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ അറിയണം, ലോകത്ത് ഒരു മതവും വിദ്യാർത്ഥികളെ വർഗീയതയിലേക്കോ അതേപോലെ തന്നെ ഫാസിസത്തിലേക്കോ തീവ്രവാദത്തിലേക്കോ മറ്റുള്ള ഒരു തീവ്രമായ ചിന്തയിലേക്കും ലോകത്ത് ഒരു മതവും ക്ഷണിക്കുന്നില്ല. എല്ലാ മതവും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണമെന്നാണ്. അത്തരമൊരു ആഗ്രഹം തന്നെയാണ് ഈ സമ്മേളനം നടത്തുന്ന സമയത്ത് MSMനുമുള്ളത്. ആ സമ്മേളനത്തിലേക്ക് മുഖ്യാതിഥിയായി കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, പൊന്നാനി ലോകസഭാ മണ്ഡലത്തിന്റെ ബഹുമാനനായ MP, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി കൊണ്ട് എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ നിങ്ങളുമായി സംവദിക്കാൻ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.